ഹായ്, നമ്മളിപ്പോൾ പോകുന്നതേ ഒരു ബോഗൺവില്ലയുടെ വലിയൊരു തോട്ടത്തിലൊക്കെ. വലിയൊരിത് 100-ൽ പരം വെറൈറ്റി കളക്ഷൻസുമായിട്ട് ബോഗൺവില്ല, അതായത് കടലാസ് പൂവ് നമ്മൾ കാണാൻ പോവുകയാണ്. ഓറഞ്ചിൽ ഒരു വിസ്മയം തീർത്ത ഒരു സംഭവമാണ് ഇത്. നല്ല ഹൈറ്റിൽ വളരുകയും ചെയ്യും, നന്നായിട്ടുണ്ടാവുകയും ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ഇത് നോക്കി 2-3 കളറിൽ ഒറ്റ ടൈപ്പിൽ കാണുന്നത്, ഒറ്റ കടയുമ്പോൾ തന്നെ 2-3 കളറിൽ, ഡാർക്ക് കളറും ലൈറ്റ് കളറും വൈറ്റും എല്ലാം കൂടിയിട്ട്, വയലറ്റ് കളറിൽ. ഇത് ലൈറ്റ്, ഇതാണെങ്കിൽ ഡാർക്ക്. ഒറ്റ മരത്തിൽ തന്നെ 2-3 ടൈപ്പും. ഇത് കണ്ടോ, ഇത് ഇനി അഥവാ പൂവില്ലെങ്കിലും ഈ ഒരു ചെടി ഇലച്ചെടിയായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. ആ ഇലയുടെ ഒരു പ്രത്യേകത കണ്ടോ, വൈറ്റും ഗ്രീനും കൂടിയിട്ട്. അപ്പോൾ ഇത് ഇലച്ചെടിയായിട്ട് ഉപയോഗിക്കാം. ഇതും ഒറ്റ പൂക്കളാണ് എങ്കിലും നല്ലൊരു വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് കളറല്ല എങ്കിലും ഒറ്റ പൂക്കളായിട്ടാണ് വന്നിരിക്കുന്നത്. നിറച്ചത് പോയിടും. ഇത് പ്യുവർ വൈറ്റിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചള്ള് ഇത് ഓഫ് വൈറ്റിലും മുട്ടൊക്കെ ലൈറ്റ് യെല്ലോ കളറിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പൂവില്ലെങ്കിലും, ഇത് നേരത്തെ പറഞ്ഞ വർഗത്തിൽപ്പെട്ടതാണ്. പൂവില്ലെങ്കിലും ഇലച്ചെടിയായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. പിന്നെ ഏറ്റവും ഇതായിട്ട് വന്നിട്ടുള്ളത് ഓറഞ്ച് കളറിൽ കണ്ടോ. ഇത് ഒരു നമ്മൾ ഓറഞ്ച് ചെമ്പകത്തിൻ്റെ ഒരു കളറാണ്. പക്ഷേ ഇത് റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്ന 3 ഇതളായിട്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ലൈറ്റ് വയലറ്റ്, പീച്ച് കളറ്, അതിൻ്റെ ഒരു വ്യത്യാസം കണ്ടോ. ഇങ്ങനെ ഇതള് വിരിയാത്ത ടൈപ്പിലുള്ളതാണ്. ഇത് പീച്ചും അല്ല റോസും അല്ലാത്തൊരു കളറ്, ചെങ്കൽ കളറും അല്ലാത്തൊരു കളറ്. ഒരുപാട് ഐറ്റം ഉണ്ട് കണ്ട, വിരിയാത്ത ടൈപ്പ്. അത് ഒട്ടും വിരിയൂല, ഇതിങ്ങനെ ഉണ്ട പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇനിയൊരു ടൈപ്പ് കാണിച്ചു തരാം. ഒരു മരത്തിൽ തന്നെ 2-3 എണ്ണം, പീച്ചും റോസും വയലറ്റും. ഇത് നോക്കിയാൽ 3 ഇതള് ആയിട്ട് മാത്രം കാണിക്കുന്നു. അതും അധികം പൂത്തിട്ടില്ല കേട്ടോ. ഒരു കടയിൽ തന്നെ 3 കളർ, അതായത് ഓറഞ്ച്, വൈറ്റ്, പിന്നെ യെല്ലോ, 3 കളറിൽ കണ്ട. ഒരൊറ്റ കടയിലാണ് നമ്മൾ ഇത് കാണുന്നത് കേട്ടോ. റോസും അതിൽ തന്നെ ഉണ്ട് കണ്ട. പിന്നെ ഇതും അതെ, പ്യുവർ വൈറ്റാണ്. വൈറ്റ് തന്നെ പല കളറിൽ വരുന്നുണ്ട്. ഇത് വൈറ്റും ഓറഞ്ചും ആണ് കേട്ടോ. വൈറ്റിൻ്റെ കൂടെ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും കൂടി ഉള്ളതുണ്ട്. ഒരു തൈ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് തന്നെ പല കളേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വെറൈറ്റി. ഇപ്പോൾ ഒരു ചെടി തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറേ കളേഴ്സ് കാണാൻ പറ്റും. ഇത് ഓറഞ്ചിലാണെങ്കിലും ഇതിൻ്റെ നടുക്കൽ ഒരു വൈറ്റ്, എല്ലാ ബോഗൺവില്ലയ്ക്കും ഉണ്ടാകുന്ന പോലെ ഒരു വൈറ്റ് കമ്മൽപ്പൂ പോലെ വന്നപ്പോൾ അതിനൊരു പ്രത്യേകത. മിക്കതിനും അതില്ല, ചിലതിന് മാത്രമേ അങ്ങനത്തെ ഒരു പൂ കാണുന്നുള്ളൂ. ഇനി അതിൻ്റെ പിന്നാലെ ഓറഞ്ചിലും യെല്ലോയിലും ഒരുപാട് കളക്ഷൻസ് നമ്മൾ കണ്ടു. പിന്നെ പീച്ച്, റോസ്, വയലറ്റ്, ഡാർക്ക് റോസ്, ചെങ്കൽ കളറ്, അതേപോലെ തന്നെ വൈറ്റ്. ഒരു കടയിൽ 5-6 കളറുള്ളതും, കുറ്റിച്ചെടിയായി വളർന്നതും, ഹൈറ്റിൽ പോയിട്ട് കൊലകുത്തി വളരുന്നതും, കൊലകുത്തി ഉണ്ടാവുന്ന പൂക്കളും ഒറ്റയായിട്ടുള്ള പൂക്കളും എല്ലാം ഈ ഫാമിൽ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം വളരെ കുറഞ്ഞ പ്രൈസ് ആണ് ഓരോ കാര്യത്തിനും ഉള്ളത്. മറ്റുള്ളതിനെ സംബന്ധിച്ചാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും വാ, ഒരു വെറൈറ്റി നോക്കിയേ. ഈ നമ്പറൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു വെറൈറ്റി നോക്കിയാൽ അതുമ്മലേ വയലറ്റുമ്മൽ ഒരു എന്താ പറയുക, പെയിൻറ്റ് പാട്ട മറിഞ്ഞു വീണ പോലത്തെ ഒരു അവസ്ഥയൊക്കെ അതേപോലെ കണ്ടോ. എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയത്. ഒറ്റയായിട്ടാണ് ഇത്, കൊലകുത്തി വളരുന്നതല്ല, ഒറ്റയായിട്ടാണ്. പക്ഷേ എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയത്. ഇത് ഇലച്ചെടിയായിട്ടും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ലൈറ്റ് യെല്ലോവും ആൻഡ് ഓഫ് വൈറ്റും കൂടിയാണ് അത് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ യെല്ലോയിൽ തന്നെ കുഞ്ഞു പൂക്കളായിട്ട്, 3 ഇതളുകളായിട്ടുള്ള കുഞ്ഞു പൂക്കളായിട്ട്. പിന്നെ ഇത് റോസ് കളറിലും വന്നിട്ടുണ്ട്. ഇത് പീച്ച്, ഡാർക്ക് പീച്ച് കളറിൽ വന്നിട്ടുണ്ട്.
പിന്നെ ലൈറ്റ് വൈലറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പാണ്. അല്ല കേട്ടോ, ഇതിന് നല്ല പ്രത്യേകത ഉണ്ട്. കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് നടുക്കിലൊരു വൈറ്റ് പൂ ഇല്ലാത്ത ടൈപ്പാണ് കാണുന്നത്. ഒരു വൈറ്റ് ഫ്ലവർ നോക്കിയേ, 3 ഇതൾ മാത്രം, അതിൽ നടുവിലൊരു ഇതായിട്ട്. ഇത് ഒറ്റയായിട്ടാണ് കഴിക്കുന്നത്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും നമ്മൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിൽ. അപ്പോൾ താഴേക്ക് ഇത് വളരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു ഇതിൽ ഒരെണ്ണം, ഒരു കൊലയായിട്ടൊന്നും ഇത് കഴിക്കുന്നില്ല. ഇത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് ആയിട്ട് വേറെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നേരത്തെ നമ്മൾ ആ ക്യൂട്ട്നെസ് ആയിട്ടുള്ള റോസ്, എന്താ പറയുക, ആ പിങ്ക് കളറിൽ, വാവ് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി. അതിന് ഈ ഇലച്ചെടി ആയിട്ടും പൂവില്ലാത്ത പൂ ഉപയോഗിക്കാം. പിന്നെ ഇത് 2 കളറിൽ യെല്ലോ ഓഫ് വൈറ്റും വരുന്നതാണ് കേട്ടോ. പിന്നെ ചന്ദന കളറിലും വൈറ്റിലും ഓഫ് വൈറ്റിലും പിങ്കിലും ഇത് കണ്ട ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന റോസ് വിരിയുമ്പോഴത്തെ ഒരു കളറുണ്ടല്ലോ അത്. പിന്നെ ഞാൻ കണ്ട വെറൈറ്റിയിൽ 2-3 വെറൈറ്റീസാണ് കണ്ടത്. ഒന്നാണ് ഇത് കണ്ട, പെയിൻറ്റ് പാട്ട തട്ടി വീണ പോലത്തെ ഒരു സംഭവം. അത് ഓറഞ്ചിലും ഉണ്ട്, പീച്ചിലും ഉണ്ട്, റോസിലും ഉണ്ട് കേട്ടോ. പല കളേഴ്സ് അവൈലബിളാണ്. ഈ ഒരു ഐറ്റം നോക്കിയേ, വല്ലാത്ത സാധനം തന്നെ. നമുക്ക് തോന്നുന്നത് എന്താ ഇതൊക്കെ പൂവുണങ്ങി നിൽക്കണമെന്ന്. അല്ല, അത് അങ്ങനെ ഒരു വെറൈറ്റിയാണ്. അയ്യോ, വല്ലാത്ത കാഴ്ചയായിപ്പോയി. ഇതിപ്പോൾ ഒരു മരത്തിലാട്ടോ ഈ കാണാം. മരം എന്ന് വെച്ചാൽ വലിയ മരം എന്നല്ല, ചട്ടിയിൽ വയ്ക്കാവുന്ന ചെറിയൊരു ഇതിലാണ്. കണ്ട കടമിൽ ഇങ്ങനെ വന്നിട്ട് അതിൽ ഓറഞ്ചും വൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓറഞ്ചിൻ്റെ നടുവിൽ കണ്ട 3 ഇതിലുള്ള ഓറഞ്ച് ഫ്ലവർ ഉണ്ടല്ലോ, അതും പിന്നെ വൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് കൊലകുത്തി ഉണ്ടാവുന്ന ടൈപ്പ് ഓറഞ്ചാണിത്. ഇത് നേരത്തെ നമ്മൾ കണ്ട ക്യൂട്ട് ബേബിനെ കണ്ടില്ലേ, അതുപോലെ അതിൽപ്പെട്ടൊരു വർഗ്ഗമാണ്. അത് ഇത്തിരി വലുതായ പൂക്കളാണ്, അത് കുഞ്ഞു പൂക്കളായിരുന്നു. ഇത് കണ്ടോ, ഇത് വിരിയൂല, ഇത് ഉണ്ട ടൈപ്പിൽ ഇങ്ങനെ നിൽക്കും, ഒട്ടും വിരിയണില്ലേ. ഇത് ഫുള്ളിങ്ങനെ നിൽക്കുള്ളൂ, ടൈം കഴിഞ്ഞാൽ പഠിപ്പം. ഇത് കുഞ്ഞ ഫ്ലവറാട്ടോ, വളരെ കുഞ്ഞു തരി പോലെ, ഇങ്ങനെ എന്താ പറയുക, നല്ല ഇതളുകളായിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു കോല് പോലെ, ഒരു വരി പോലെ, അതിങ്ങനെ വിരിയാതെ ഇങ്ങനെ നിൽക്കും ഉണ്ടച്ചിട്ട്. കണ്ടോ, വളരെ കുഞ്ഞു ഫ്ലവറാണ്, പക്ഷേ അത് നിറച്ച് കഴിക്കും. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ 3 ഇതളുള്ള ഐറ്റംകാരുണ്ടായില്ലേ, വൈറ്റ്, യെല്ലോ, ഓറഞ്ച് ഒക്കെ, അതിൽപ്പെട്ട ഒരാളാണ് കേട്ടോ അത്. ഇതും അങ്ങനെ ഒറ്റയായിട്ട് കഴിക്കല്ല, എന്നാലും അധികം കൊലകൊലമായിട്ട് കഴിക്കുന്ന ഒരു പ്രകൃതമല്ല. ഇതൊക്കെ കുറ്റിച്ചെടി മോഡലിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ചില ഐറ്റം ഉണ്ട് അത് ഹൈറ്റിൽ പോയിട്ട് അത് കായ്ക്കുള്ളൂ, ഹൈറ്റിൽ ഇങ്ങനെ വളർന്നിങ്ങനെ അതിന് നമ്മളൊരു തടക്ക് വെച്ച് കൊടുക്കണം. അങ്ങനത്തെ കുറേ ടൈപ്സ് ഇതിലുണ്ട്. കണ്ടോ, അതിൽപ്പെട്ട ഒരാളാണ് ഇത്. കണ്ടോ, ഇങ്ങനെ പടർന്ന് പോവും. ഈ പടർന്ന് പോണ ഐറ്റംസിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗേറ്റിൻ്റെ അവിടെയൊക്കെ, വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ, അതല്ലെങ്കിൽ വലിയ തൂണുകൾ ഇട്ടിട്ട് അതുമ്മിൽ മുകളിലൊരു റൗണ്ട് വെച്ചിട്ട് അതിന് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അങ്ങനെ ചട്ടിയിൽ കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ഐറ്റംസിനാണെങ്കിൽ നമ്മൾ വെട്ടി ഒതുക്കിനിർത്താൽ നല്ല ഉണ്ട പോലെയായിട്ട് നിറച്ച് പൂക്കളായിട്ട് അധികം ഇലയില്ലാതെ കഴിയും. അതിൽപ്പെട്ട വേറൊരാളാണ് വൈറ്റ് തന്നെ 3 ഇതളിൽ വരുന്ന ഒരു സാധനമാണ്. കണ്ടോ, നടുവിലൊരു കുഞ്ഞമ്പൂവായിട്ട്. അത് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നില്ലെങ്കിലും ഒറ്റയായിട്ടാണെങ്കിലും കുറേ കായ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ്. ഇത് ലൈറ്റ് വയലറ്റ്, പക്ഷെ ക്യൂട്ടായിട്ട് റോസും വൈറ്റും എല്ലാം മിക്സഡാണ് ഈ ഒരൊറ്റ ചെടിയുമ്മൽ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ എന്താ പറയുക, ഹൈബ്രിഡ് ഐറ്റംസും നാടൻ ഐറ്റംസും എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഹൈബ്രിഡിനാണ് കൂടുതലൊരിത് ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, വളരെ റയറായിട്ട് കുറച്ചേ ഉള്ളൂ പൂക്കൾ. പിന്നെ കൊല കുത്തി കഴിക്കുന്ന വർഗത്തിൽപ്പെട്ട യെല്ലോ കളറിലുള്ള ഒരുത്തനാണിവൻ. അത് കൊലകൊലായിട്ട് മാത്രമേ, ഒറ്റയായിട്ട് തീരെ കഴിക്കുന്നില്ല, ഒക്കെ കൊലകളാണ്, ചെറുതായാലും വലുതായാലും കൊലകൾ. ഇവന്മാർ ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവരാ, അവരൊക്കെ ഒറ്റക്കാണ് കാണുന്നത്. ഇത് ഒരു ചെടിയിലാട്ടോ ഈ കാണുന്നത്, വയലറ്റും യെല്ലോ. നമ്മൾ വിചാരിക്കും 2 ചെടിയായിരിക്കും അത് അങ്ങനെ കാണുന്നതെന്ന്. അല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കി നോക്കിയേ. അയ്യോ, അതിൻ്റെ ഉള്ളിലുള്ളൊരു വടി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഇതിന് കൂടുതലാണ്. അതുപോലെ കുഞ്ഞു ഫ്ലവറിൻ്റെ ഇതളിനും നല്ല വ്യത്യാസമുണ്ട്. എന്ത് ഭംഗി, ക്യൂട്ടായിട്ടുണ്ട്. ഈ ഒരു ചെടിയിലും 2 കളറും, നല്ല ഡാർക്ക് വയലറ്റും അതേപോലെ തന്നെ ഇതും വൈറ്റും കൂടി. ഇത് പീച്ചും ഓറഞ്ചും റോസും വയലറ്റും എല്ലാം കൂടി മിക്സായൊരു ഡാർക്ക് കളറ്.
ഇത് നോക്കിയേ, എന്ത് ഭംഗിയാലേ ഇങ്ങനെ കാണാൻ, നല്ല രസമുണ്ട്. ബോഗൺവില്ല പണ്ടേ ഭംഗിയുള്ളൊരു ഇതാണ്. അതിൻ്റെ വെറൈറ്റി ഐറ്റം ഇവന്മാരാണ് താരം. കണ്ട റോസാപ്പൂ പിന്നെ വില്ലണ ടൈപ്പിലുള്ള അതിൻ്റെ ഒരു വെറൈറ്റി കളറാണ് ഈ വന്നിരിക്കുന്നത്. പീച്ച്, റോസും പീച്ചും വയലറ്റും പിന്നെ മെറൂൺ പോലത്തെ കളറുമാണ് ഈ ഒരു വർഗ്ഗത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ സാധാരണയായിട്ട് എല്ലായിടവും കാണുന്ന പോലത്തത് ആണെങ്കിലും പക്ഷേ ഇവന്മാർ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കുറേ നാൾ നിൽക്കുന്നത് തോന്നണം. കാരണം ഈ ഒരു വെറൈറ്റിക്ക് മാത്രമേ ഞാനിത് കണ്ടുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ചോദിക്കാൻ നമുക്ക് ആളില്ലാതെ. വേറൊരു വെറൈറ്റി കുഞ്ഞൻ, കാരണം ബൊക്കെ പോലെ ഇവനുണ്ടെങ്കിലും കണ്ട ഇലച്ചെടിയായിട്ട് ഉപയോഗിക്കാം. ഈ ഒരൊറ്റ ഐറ്റം ഞാനിവിടെ കണ്ടുള്ളൂ. ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ബാക്കി എല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ട്. 2, 3, 4 കളർ ചേഞ്ചസ് ഉണ്ട്. ഇത് കണ്ട ഒറ്റൊറ്റക്കായിട്ട് ജീവിക്കാൻ പറ്റിയ നേരത്തെ ഒരു റോസ് യെല്ലോ ഒക്കെ കണ്ടില്ലേ, അതിൽപ്പെട്ട ലൈറ്റ് വയലറ്റാണ് ഇവന്മാർ. ഇനി ഈ ഒരു ഐറ്റം നോക്കിയേ, ഒരു തണ്ടിൻ്റെ നീളത്തിൽ ഒരുപാട് നീളത്തിൽ ഇതുണ്ടാവും. ഇത് മേലേക്ക് വളർന്നിട്ട് അതുമല്ലൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഒരു കയ്യിൻ്റെ നീളത്തിലൊക്കെ, ഒരു ഫുൾ കൈയുടെ നീളത്തിലൊക്കെ ആയിരിക്കും അതിൻ്റെ പൂക്കൾ. അത് നല്ല കട്ടിയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇത് നോക്കിയേ, ഇത് കടഭാഗത്ത് ഇങ്ങനെ വെള്ളയും തല ഭാഗത്ത് വരുമ്പോൾ ഒരു നേരിയ വയലറ്റും വൈറ്റും മിക്സ്. വയലറ്റും വൈറ്റും മിക്സ് ആണെങ്കിലും ചെറിയ ഇതളുകളുള്ളതും വലിയ ഇതളുകളുള്ളതും 3 ഇലകൾ മാത്രമുള്ളതും നടുക്കിൽ വടി പോലത്തതുള്ളതും ഇല്ലാത്തതും അങ്ങനെ പല ടൈപ്പിലും, കുറ്റിച്ചെടി ടൈപ്പിലും. ഇത് നോക്കിയാൽ കൊല കുത്തി വളരുന്ന ടൈപ്പാണ്. അടിപൊളിയല്ലേ ഇത് കാണാൻ. വയലറ്റാണ് കൂടുതൽ ആകർഷണം. ഈ ഒരു ഐറ്റത്തിനെ നോക്കിയേ, വാടി കുറഞ്ഞ പോലെയാണ് ഇവന്മാരെ നിപ്പ്. ഇവന്മാരെ സ്റ്റൈൽ ഇതാ. നമുക്ക് തോന്നുന്നത് തണ്ട് വാടിയിട്ടാണ്, ഉണങ്ങി കഴിഞ്ഞാലും അത് അങ്ങനെ നിന്നോളൂ, പ്ലാസ്റ്റിക് ചെടിക്ക് തുല്യമായിട്ട്. കണ്ട, ഇതാണ് ഇവന്മാരെ കൊല്ല. ഒരു വെറൈറ്റി കളറായി അല്ലേ. ഇത് റോസും അല്ല പീച്ചും അല്ലാത്ത കളർ. വയലറ്റ് വേറൊരു വയലറ്റ് വന്നിരിക്കുന്നത്. കുഞ്ഞൻ പൂക്കളാണ്, വലിയ പൂക്കളല്ല. ഇത് നോക്കിയേ, കട്ടായിട്ട് വളരുന്ന ഒരു ഐറ്റമാണ് അത്. കട്ടായിട്ട് കുറേ കൊലകൊലായിട്ട് വളരുന്ന ഒരു ഐറ്റമാണ് അത്. ഇതായിക്കഴിഞ്ഞാൽ ഇത് വേറെ നിൽക്കണം. പീച്ച്, ഡാർക്ക് പീച്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. പൂക്കളോട് ഇഷ്ടമുള്ളവരും ഇതുപോലെ കളർഫുള്ളായിരിക്കുന്നവരുണ്ടല്ലോ, ഇതേപോലെയുള്ള ചില ഐറ്റംസ് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോഗങ്ങളും ഒന്നും വേണ്ട. ചകിരിച്ചോറ്, ചാണകം അങ്ങനെയുള്ള അടിവളങ്ങൾ മിക്സായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനധികം ഓവറായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയോ പൂക്കളോ അല്ലത്. നിറച്ച് പുഷ്പങ്ങളുണ്ടാവും, കുറേ കാലം നിലനിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് കടലാസ് പൂ എന്ന് പറയണ ഒരു വെറൈറ്റി നോക്കിയേ. കണ്ട, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് കാണണം. അതേപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. കണ്ട, ഇതുപോലെ കുറേ വെറൈറ്റികളായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഞാൻ ഇപ്പം നോക്കിയേ, കുഞ്ഞ് ഇതാണെങ്കിലും മെറൂണും അതുപോലെ തന്നെ പീച്ചും കൂടി ഡാർക്ക് കളറിൽ മിക്സ് ആയാലൊരു കളർ ഉണ്ടാവില്ലേ, ആ കളറാണത്. ഇതിൽ കാണിക്കുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട്. അതുപോലെ വയലറ്റിൽ തന്നെ ഒരു വെറൈറ്റി ഐറ്റം നോക്കി. കണ്ട, ഇതും അതെ, ഒരു വെറൈറ്റി ഐറ്റമാണ്. പെയിൻറ്റ് തെറിച്ചാരി എന്ന് പറഞ്ഞല്ലേ, ആ ഐറ്റമാണിത്. ഇത് കണ്ട, കുഞ്ഞ് ലീഫായിട്ട് ഇതളുകളായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അവിടെ കുഞ്ഞു പൂക്കൾ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ 100 കൂടുതൽ ഐറ്റം. പിന്നെ ഫുൾ വീഡിയോ എടുക്കാൻ ഇതാക്കാൻ നമുക്ക് വീഡിയോക്ക് ലെങ്ത്ത് കൂടി നിങ്ങൾക്ക് ബോറാവും. അതുകൊണ്ട് ഞാനിങ്ങനെ മാറ്റി പോകണം. ഇത് ആദ്യം മുതൽ എല്ലാ പൂക്കളും നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ 100-ലധികം ഫ്ലവേഴ്സ് ഇതിലുണ്ട്. പല വെറൈറ്റി ഐറ്റം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ ഫോൺ നമ്പറൊക്കെ ആരെങ്കിലും ഞാൻ ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ വിളിക്കാം, ഓർഡർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.